ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശ്രീധർ എഴുതിയിരിക്കുന്ന ഒരു മെയിൽ വായിക്കാം. മാഡം, എൻ്റെ പേര് ശ്രീധർ. യഥാർത്ഥ പേരല്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. എൻ്റെ അമ്മായിയമ്മയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയി. അന്ന് എനിക്കവിടെ ഒരു കമ്പനിയിലായിരുന്നു ജോലി. ഒരു 4 മാസം അവിടെ നിന്നപ്പോഴേക്കും എനിക്ക് നാട്ടിൽ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കിട്ടി. നേരത്തെ ഞാൻ പരീക്ഷയൊക്കെ എഴുതി ഇൻ്റർവ്യൂ പാസ്സായി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാനും ഭാര്യയും കൂടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഭാര്യയുടെ വീട്. അവിടെ അമ്മായിച്ചനും അമ്മായിയമ്മയും ഉണ്ട്. അവർ രണ്ടുപേരും പരസ്പരം സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറുപ്പക്കാരെ പോലെയാണ്. പിന്നെ രണ്ടുപേരും തമാശയൊക്കെ പറയും. എൻ്റെ വീട്ടിലെ പോലെയല്ല. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ കുറച്ച് അകൽച്ചയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് ഭാര്യയുടെ വീട്ടിൽ പോകുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഭാര്യ അവിടെ അങ്ങനെ താമസിക്കാൻ സമ്മതിക്കില്ല. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയും. ചിലപ്പോഴൊക്കെ അമ്മയും അച്ഛനും നിർബന്ധിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ അവിടെ കഴിയാറുണ്ട്. ഞാൻ അവളോട് എപ്പോഴും ചോദിക്കും, അല്ല, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്ര ജോലി ടൈപ്പാണ്, പക്ഷേ നിനക്ക് ആ വീട്ടിൽ പോയി താമസിക്കാൻ ഒട്ടും താല്പര്യമില്ലല്ലോ, അതെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, അത് പിന്നെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ നിങ്ങളോട് എനിക്ക് അടുത്തിടപഴകാൻ എന്തോ ഒരു മടിയാണ്. അതിനവർ വേറെ റൂമിലല്ലേ, നമ്മൾ നമ്മുടെ റൂമിലും. എന്താ പിന്നെ പ്രശ്നം? അതെന്താണെന്നറിയില്ല ചേട്ടാ. എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ യോ, അച്ഛനും അമ്മയും അപ്പുറത്തെ മുറിയിലുണ്ടല്ലോ, അവർ കേൾക്കുമോ എന്നുള്ളൊരു ഭയമാണ്. അതിനിപ്പോൾ ഇവിടെ സിനിമാ തിയേറ്ററിനെ പോലെ ശബ്ദമൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും. നിങ്ങൾക്കും ചില സമയത്ത് നല്ല ശബ്ദമുണ്ട്. അച്ഛനും അമ്മയും കേൾക്കുമെന്ന് എനിക്ക് നാണക്കേടാണ്. എടി, അവർ 2 ഭാര്യ ഭർത്താക്കന്മാരല്ലേ. ഈ ഒരു സാഹചര്യം കഴിഞ്ഞു വന്നല്ലേ. അപ്പം നമ്മൾ ഇവിടെ എന്തായാലും അവർക്കെന്താ കുഴപ്പം? അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. എനിക്ക് നാണം കേടാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. എനിക്കാണെങ്കിൽ ഈ പറ്റാത്ത സമയമില്ലേ, അന്ന് നമുക്കിങ്ങോട്ട് വരാം. അപ്പോൾ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കിടക്കുമല്ലോ. നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ വന്നാൽ ഒന്നും പാടില്ല. എനിക്ക് ശരിക്കും അങ്ങോട്ട് ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല ചേട്ടാ. ഞാൻ പറഞ്ഞു, ഇതെന്തോ വലിയ കുഴപ്പമാണ്. എൻ്റെ വീട്ടിലാകുമ്പോൾ എന്താ, അവിടെയും അപ്പുറത്ത് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. അത് നിങ്ങളുടെ അച്ഛനും അമ്മയല്ലേ. എനിക്കതിനെക്കുറിച്ചിട്ടും വലിയ ആലോചനയൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഓർക്കുമ്പം എനിക്ക് അങ്ങനെ ചേട്ടാ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് കുണുങ്ങി. പുതുമോടിയല്ലേ, കൂടുതൽ വഴക്കുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ളതും കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ അവിടെ പോയി തങ്ങാറുള്ളൂ. പക്ഷേ അമ്മായിയമ്മ എന്നോട് എപ്പോഴും പറയും, നീ എന്താടാ ഇവിടെ ഒന്നും നിൽക്കാത്തത്? കല്യാണത്തിന് മുമ്പ് അവൾ പറയും, ഓ, എനിക്ക് ഈ വീടിനടുത്തെങ്ങാനുള്ള ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതി, എനിക്ക് ദൂരെ എങ്ങും പോകാൻ വയ്യ. അല്ലെങ്കിലും അവൾ ഹോസ്റ്റലിൽ പോയി നിൽക്കില്ല, ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിൽക്കില്ല. അങ്ങനെയുള്ള പെണ്ണ് ഇപ്പോൾ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങ് പോവുകയാണ്. നീ എന്തോ സൂത്രം പ്രയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവളിവിടെ നിന്നേനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മ, അവിടെ പിന്നെ അച്ഛനും അമ്മയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ. ആഹാ, ഞങ്ങളിവിടെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ചെറുപ്പക്കാരിയല്ലേ, അതുപോലെയാണോ എൻ്റെ അച്ഛനും അമ്മയൊക്കെ? ഇത്തിരി പ്രായമുള്ളവരല്ലേ, അവർക്കൊരു സഹായം വേണം. അമ്മയ്ക്കിപ്പോൾ ഇനി എന്താ, ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് മതി ആരെങ്കിലും ഒന്ന് സഹായം. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനൊന്നും അങ്ങനെ അല്ലല്ലോ. ഒന്ന് പോടാ, സുഖിപ്പിക്കാൻ നിനക്കറിയാം. എന്ത് പറഞ്ഞാലും ഉടനെ തന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ വായടപ്പിക്കും. എന്തായാലും കൊള്ളാം, എൻ്റെ മോൾക്ക് നിന്നെ അങ്ങ് നന്നായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, അവളുടെ ഭാഗ്യം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് എന്തെങ്കിലും ആന്തരാർത്ഥമുണ്ടോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. ഞാൻ എന്തൊക്കെ വിചാരിക്കുന്നത്, അമ്മ സന്തോഷത്തിൽ പറഞ്ഞതാകും എന്ന് വിചാരിച്ചു. ഒരു ദിവസം വൈഫ് എന്നോട് പറഞ്ഞു, ചേട്ടാ, ഇന്നതേ അപ്രതീക്ഷിതമായിട്ട് നേരത്തെയായി, അതുകൊണ്ട് നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. ഓ, ഇന്ന് പോകണ്ട, ഇവിടെ കഴിയാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അല്ലല്ല, ഇന്ന് പോകണം, എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു. ഇതെന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നു, വാ നമുക്ക് പോകാം. ഇന്നെന്തായാലും നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കുമല്ലോ, ഇനി 5-6 ദിവസത്തേക്കും ഞാൻ അവിടെ നിൽക്കണം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഇന്ന് അവിടെ കഴിഞ്ഞിട്ട് നാളെ ഇങ്ങ് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ആവശ്യമില്ലാത്ത ഓരോരോ വാശിയും നിർബന്ധങ്ങളൊക്കെ അല്ലേ. ആണുങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ മനസ്സിലാകില്ല, പിന്നീട് പെണ്ണുങ്ങളുടെ കെമിസ്ട്രി പിടികിട്ടും. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് മാഡം. അന്ന് രാത്രി 12 മണി കഴിഞ്ഞ് കാണും. ഞാൻ നല്ല ഗാഢ നിദ്രയിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചി വിളിക്കുന്നു. അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ എന്തോ അസുഖമോ മറ്റോ ആണെന്ന് ആരോ വിളിച്ച് പറഞ്ഞു. പുള്ളിയുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കെന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ വിശദ വിവരങ്ങൾ നീ ഒന്ന് അറിഞ്ഞിട്ട് പറയാമോ, ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞു.
എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ അടുത്തുണ്ട്, അവനോട് ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ എന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അപ്പോൾ വൈഫ് ചോദിച്ചു എന്താണെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഗൾഫിലുള്ള 2-3 പേരെ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ വാട്സാപ്പിലോ IMOയിലോ ഒക്കെ മെസ്സേജ് അയക്കേണ്ടി വരും, നോക്കട്ടെ ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അന്ന് ചേട്ടൻ ഒരു കാര്യം ചെയ്യേ, പുറത്തോട്ടിറങ്ങി സിറ്റ് ഔട്ടിലും കാണാൻ പോയിരുന്നു വിളിക്കുകയൊക്കെ ചെയ്യേ, എനിക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണവും വേദനയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ശരി. പതിയെ ഞാൻ മുറിക്ക് പുറത്തിറങ്ങി. പിന്നീട് സ്വീകരണ മുറിയിൽ കൂടി അങ്ങ് മുൻവശത്തേക്ക് പോയി പ്രധാന വാതിൽ തുറന്ന് സിറ്റൗട്ടിൽ പോയിരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അമ്മയോ അച്ഛനും അത് ഓഫാക്കാൻ മറന്നുപോയി കാണും. എന്തായാലും പ്രധാന വാതിലിൻ്റെ അവിടെ ചെന്ന് അതിലെ കുറ്റിയെടുത്ത് തുറക്കാം എന്ന് വിചാരിച്ചപ്പോഴേക്കുമുണ്ട് വാതിൽ ഓൾറെഡി തുറന്നു കിടക്കുകയാണ്, ചേർത്ത് അടച്ചിട്ടേ ഉള്ളൂ. ഞാൻ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേ അമ്മായച്ചനും അമ്മായമ്മയും സിറ്റൗട്ടിൽ നിൽക്കുന്നു. എന്നാൽ സിറ്റൗട്ടിൽ ലൈറ്റൊട്ട് ഇട്ടിട്ടുമില്ല. ആക്ച്വലി അവരുടെ 2 പേരുടെയും പുറംഭാഗം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇനി വല്ല കള്ളന്മാരുമാണോന്ന് ഞാൻ ശബ്ദമുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നേക്കാൾ വേഗത്തിൽ ഞെട്ടി ഉയർന്നു ചാടി. ആ സമയത്ത് ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് ഒരു ബുള്ളറ്റ് പാഞ്ഞു പോകുന്ന ശബ്ദവും ഞാൻ കേട്ടു. അമ്മായിമ്മ പെട്ടെന്ന് എന്താ മോനെ, ഞങ്ങളങ്ങ് പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു ഞാനാ പേടിച്ചത്, നിങ്ങളെന്താ സിറ്റൗട്ടിൽ വന്ന് വെട്ടം പോലും ഇടാതെ നിൽക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അമ്മായിമ്മ അത് പിന്നെ അപ്പോഴേക്കും അമ്മായിച്ചും കയറി. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോനാണ്, കൂട്ടുകാരൻ ഹോസ്പിറ്റലിലാണ്, അപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യം വന്നു, അപ്പോൾ മോനെ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മ പൈസ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും കൂടെ വന്ന് കഥ തുറന്നാണ്. അവനിപ്പോൾ ഗേറ്റിന് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ സിറ്റൗട്ടിൽ ലൈറ്റ് ഇടുന്ന കാര്യമൊന്നും ഞങ്ങൾ ആലോചിച്ചില്ല. 2 വാക്ക് സംസാരിച്ചിട്ട് അവൻ പോകുന്നത് നോക്കി നിന്നപ്പോഴാണ് മോൻ വന്ന് വാതിൽ തുറന്നത്. അതുകൊണ്ടാണ് ഞെട്ടിപ്പോയത്. ഞങ്ങൾ മോനും അല്ല മോനും ഈ സമയത്ത് ഇറങ്ങി വന്നത്. അതും ഇതുപോലൊരു പ്രശ്നമാണ്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു കാര്യം, അതിനൊന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. അതിനെന്തിനാണ് പുറത്തിറങ്ങി വന്നത്? അത് പിന്നെ അമ്മേ, അവൾക്ക് ഞാൻ മുറിയിൽ കിടന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ശല്യവാ, അവളുടെ മൂഡ് അറിയാമല്ലോ. ശരിയാ. അല്ല എന്താണ് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ അസുഖം? ഉടനെ അമ്മ അച്ഛനെ തോണ്ടി. എന്താ മനുഷ്യ അസുഖം? അപ്പോഴേക്കും അച്ഛൻ എവിടെ നിന്നോ ഉണ്ടാക്കിയെടുത്ത പോലെ അവന് നെഞ്ചിനകത്ത് വേദനയോ മറ്റോ വന്നതാണ്, അങ്ങനെയാവും പറഞ്ഞത്. വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. കാശില്ലായിരുന്നത് കൊണ്ട് പെട്ടെന്ന് കാശ് വാങ്ങിച്ച് അങ്ങ് പോയി. എനിക്കും അറിയില്ല മോനെ, ഞാൻ ഡീറ്റെയിൽസ് അതൊന്നും ചോദിച്ചില്ല. ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ എണ്ണീറ്റ് കൂടെ വന്നത്. ചെക്കൻ പെട്ടെന്ന് വാങ്ങിക്കൊണ്ടങ്ങ് പോയി. അപ്പോൾ എനിക്ക് ചേച്ചിയുടെ ഫോൺ വന്നു. ചേച്ചി ആരോ ഗൾഫിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ മൊബൈലിന് കുറച്ച് പ്രോബ്ലം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. വലിയ പരിക്കുകളൊന്നും കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായി. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി കിടന്നപ്പോഴാണ് ആലോചിച്ചത്, എന്നാലും ഒരാൾ വീട്ടിൽ വരുന്നു പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും മുറ്റത്തെ ലൈറ്റ് ഇടില്ലേ, സിറ്റൗട്ടിൽ ലൈറ്റ് ഇടില്ലേ, അല്ലാതെ വീടിനകത്ത് ലൈറ്റ് ഇട്ട് പൈസ എടുത്തുകൊണ്ട് പോയി അവിടെ വെച്ച് മൊബൈലിൻ്റെ വെട്ടത്തിൽ അവന് കൊടുക്കുക. എന്തോ എനിക്കത് അസ്വാഭാവികമായിട്ട് തോന്നി. പിന്നെ അമ്മായിമ്മയുടെ ഒരു അങ്ങും ഇങ്ങും തൊടാതെയുള്ള സംസാരവും അച്ഛൻ്റെ ഏതോ കഥയും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. ഇനി വേറെന്തെങ്കിലും പണമിടപാടോ വല്ലതും ആയിരിക്കാം. ഇവർക്ക് രഹസ്യമായിട്ട് വേറെന്തെങ്കിലും പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണുമായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. എൻ്റെ മനസ്സിൽ ഒരു സംശയമായിട്ടിരുന്നു. പിന്നീട് ഭാര്യ ഞാനിവിടെ വീട്ടിൽ പോയി. ആ സമയത്താണ് പിന്നെയും ഞാൻ ആ സംഭവം ഓർത്തത്. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞുകൂടി ഇങ്ങനെ രാത്രി നടന്നു, എന്തായാലും ഒരാൾ വരുമ്പോഴേക്കും ലൈറ്റ് ഇടേണ്ടതല്ലേ, നിൻ്റെ അമ്മയും നിൻ്റെ അച്ഛനും കൂടെ പരുങ്ങുന്നതും കണ്ടു. സത്യം പറയടി, അവിടെ എന്തെങ്കിലും ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് ദുരൂഹം? അല്ല എന്തോ ഉണ്ട്, സത്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഭാര്യ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, അവിടെ ഒന്നും ദുരൂഹമൊന്നുമില്ല, നിങ്ങളല്ലേ പറഞ്ഞതോ, അമ്മയും അച്ഛനും പറഞ്ഞു അവിടെ ആരോ ആശുപത്രി കിടന്നപ്പോൾ പൈസ മേടിക്കാൻ വന്നാണെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് നേരിട്ട് അച്ഛനോടും അമ്മയോട് അങ്ങ് ചോദിക്കരുതോ, നിങ്ങളല്ലേ പൊന്നാര മരുമോൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തുവാ, നിങ്ങൾ ഡിറ്റക്റ്റീവോ വല്ലതും ആണോ, എന്തിനാണ് നിങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്? ഞാൻ ചോദിച്ചു അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, സത്യം പറയടി, ആ വീട്ടിൽ എന്താ നടക്കുന്നത്, എന്തോ കുഴപ്പമില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചു. അപ്പോൾ ഭാര്യ പെട്ടെന്ന് മുഖം മാറിയിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല, അതവസാനം നമ്മൾ പിരിയാൻ കാരണമാകും. അതെന്ത് വലിയ പ്രശ്നമാണ്. അപ്പോൾ കറക്റ്റായിട്ട് എന്തോ കാര്യമുണ്ട്, സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ പിരിയുന്നത്, നീ പറയാതിരുന്നു കഴിഞ്ഞാൽ പിരിയുന്നത് ഉറപ്പാണെന്ന് പറഞ്ഞു. ശരിക്കും അവരവിടെ എന്തോ സാമ്പത്തികമായ തിരിമറികൾ നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഭാര്യ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അറിയാതെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയി. ചേട്ടാ
ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലായി പോയത്. ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ സംഭവം പറഞ്ഞു കഴിയുമ്പം ചേട്ടൻ എന്നെ കുറ്റപ്പെടുത്തരുത്, എൻ്റെ മേൽ ദേഷ്യം തോന്നരുത്. നീ പറ എന്താ കാര്യമെന്ന്. ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് അധികം താമസിയാതെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാനും അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. പിന്നെ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് കുറച്ചധികം കൂട്ടുകാരെ കിട്ടിയതും ഈ അലുകുലത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ തുടങ്ങിയത്. പ്ലസ് ടു ഒന്നും പഠിക്കുമ്പോൾ ഞാൻ ചെക്കന്മാരെ അധികം നോക്കില്ല, എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരുകളൊക്കെ ഡിഗ്രിക്ക് വളരെ സ്ട്രോങ് ആയിരുന്നു. ആണുങ്ങളെ നോക്കാനും കമൻ്റ് അടിക്കാനും മറ്റു കഥകളും കാര്യങ്ങളൊക്കെ വർണ്ണിച്ച് പറയാനുമൊക്കെ തുടങ്ങിയത്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇൻട്രസ്റ്റ് ഉണ്ടായെന്ന് പറയാം. എന്ന് വെച്ചിട്ട് എൻ്റെ ഇന്നും തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. നീ എന്താ കഥയെന്നങ്ങ് പറ. അല്ല, ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. അവളാണെങ്കിൽ എനിക്ക് മിക്കവാറും രാത്രി വീഡിയോസ് അയച്ചു തരുവേ. ഞാനാണെങ്കിൽ അത് രാത്രി കിടക്കാറാകുമ്പോഴേക്കും ഡൗൺലോഡ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം ഞാനത് കാണും കേട്ടോ. അതൊരു 11 മണിയൊക്കെ കഴിയുമ്പോഴേ കാണാൻ തുടങ്ങിയുള്ളൂ. കാര്യം ഒരു 10:30 കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും കിടക്കാൻ പോകും. അതുവരെ അവർ ആക്റ്റീവായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ കാണാൻ തുടങ്ങുന്നത്. അങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആഹാ, നീ കൊള്ളാമല്ലോ, അത് പിന്നെ ചേട്ടനും മാനിനൊന്നും അല്ലല്ലോ, ചേട്ടനും കണ്ടിട്ടില്ലേ? ആ, ഞാൻ കണ്ടിട്ടുണ്ട്. ആ, എന്നിട്ട് ബാക്കി പറ. അപ്പോൾ അങ്ങനെ ഞാൻ പലപ്പോഴും ഒരു 12:30 വരെയൊക്കെ ഉറങ്ങാതിരിക്കും. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് നീളം കൂടുതലാണെങ്കിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കാണുന്ന മാത്രമേ ഉള്ളായിരുന്നോ, അതോ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ചേട്ടൻ അറിയില്ലേ, എനിക്ക് പേടിയായിരുന്നു. അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അടുക്കളയിൽ പോയി അതെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ എന്നെ സംശയത്തോടുകൂടി നോക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഒരു കൈക്രിയ പോലും ഇല്ലായിരുന്നു ചേട്ടാ. നീ വലിയ മിടിക്കുകയാണല്ലോ, നീ ഭയങ്കര പതിവ്രതയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ നിൻ്റെ കഥയാണോ പറയാൻ വരുന്നത്? അല്ല, അതല്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോ കണ്ട് ഇരിക്കുവേ. അപ്പോൾ 12:30 ആകുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങും. ഒരു ദിവസം ഒരു 12 മണി കഴിഞ്ഞ് കാണും. ആ സമയത്ത് എനിക്ക് തോന്നി വീടിൻ്റെ അകത്തൂടെ ആരോ നടക്കുന്നത് പോലെ. അച്ഛനും അമ്മ ആയിരിക്കാൻ സാധ്യതയില്ല, കാര്യം ആ സമയത്ത് അവർ ഇറങ്ങി നടക്കാറൊന്നുമില്ല. എങ്കിലും എനിക്കൊരു സംശയം, പുറത്തൂടിയാണോ അതോ അകത്തൂടിയാണോ, വല്ല കള്ളന്മാരുമാകുമോ? എനിക്ക് ആകെ സംശയമായി. ഞാനാണെങ്കിലേ എൻ്റെ മുറി തുറന്ന് പതുക്കെ ഒന്ന് തുറന്ന് ചിരിയും തുറന്നു നോക്കിയിട്ടോ. ആ സമയത്ത് എനിക്ക് ജസ്റ്റ് ഒന്ന് തോന്നി. കാര്യം അമ്മയുടെ മുറിയിലേക്ക് അമ്മയും അച്ഛനും പിന്നെ പുറകിലേതോ ഒരു ചെറുപ്പക്കാരനോട് കയറി പോകുന്ന പോലെ 3 പേരുണ്ട്, അതുറപ്പാണ്. അപ്പോൾ കള്ളന്മാരല്ല, അമ്മയെ ഞാൻ കണ്ടതാണ്. ബാക്കി പിന്നെ അച്ഛനും വേറൊരാളും, അത്രേ ഉള്ളൂ. പക്ഷേ 3 പേരും കൂടെ ഈ റൂമിനകത്തേക്ക് കയറിപ്പോയി കഥ കടക്കുകയും ചെയ്തു. എന്തായിരിക്കാം? ഇതുവരെ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തായിരിക്കും? എന്തോ രഹസ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ആ പുറകെ പോയ ആൾക്ക് എന്തായാലും എൻ്റെ പ്രായമേ കാണുള്ളൂ, ചെറുപ്പക്കാരനാണ്. അപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി കേട്ടോ. എന്തായാലും അകത്തെന്താണ് നടക്കുന്നതെന്ന് കാണണം. അതും ഞാൻ മുട്ടിയൊന്നും വിളിക്കില്ല, അവരെ വിളിക്കാനോ തടസ്സപ്പെടുത്താനോ പോകരുത്. അകത്ത് എന്താണെന്ന് ഉറപ്പുവരുത്തണം. എനിക്ക് ആകാംക്ഷ കൂടി. ഞാനാണെങ്കിൽ തറയിൽ കൂടി ഇഴഞ്ഞാണ് പോയത്. ആ കഥ കേട്ട് ഞാൻ ചിരിച്ചു. ചേട്ടാ ചിരിക്കില്ല കേട്ടോ, ഗൗരവപരമായ കാര്യം പറയണം. ആഹാ ശരി, ഞാൻ സീരിയസ് ആണ്. നീ പറ, നീ ഇഴഞ്ഞു പോയിട്ട്? ഞാൻ ആ ബെഡ്റൂമിനോട് ചേർന്ന് അവിടുത്തെ തറയിൽ ഇരുന്ന് ചെവി വെച്ച് കാതോർത്തു. എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താക്കോൽ പഴുതിലൂടെ നോക്കണം. ചെറിയൊരു പഴുതാണ്, വല്ലതും കാണാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ അകത്തെന്തെങ്കിലും സംഭാഷണങ്ങളുണ്ടെങ്കിൽ ആ രഹസ്യം കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തറയിൽ അവിടെ ഇങ്ങനെ ഇരുന്നത്. അകത്ത് അമ്മ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. കുട്ടാ മോനെ, വരുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ തന്നെ പറയുന്നു, ഏയ് ആരും കണ്ടു കാണില്ല, നീ ഇങ്ങനെ ഓരോ കിന്നാരം പറയാതെ, അവന് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകേണ്ടതല്ലേ, സമയം പാഴാക്കാതെ എന്ന് പറയുന്നു. ആ ചിക്കൻ എന്തോ മറുപടി പറഞ്ഞു. എനിക്കാണെങ്കിൽ അത് കേൾക്കുന്നില്ല. പക്ഷേ അമ്മയും അച്ഛനൊക്കെ പറയുന്നത് ഏകദേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ആ ചെക്കനോട് പറയുകയാണ്, മോൻ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുളമാകും. റിലാക്സ് ആകുക. അങ്കിള് ഇതിനൊക്കെ പൂർണ്ണമായിട്ട് പിന്തുണയാണ്. എങ്കിൽ തുടങ്ങൂ എന്നുള്ള രീതിയിൽ എന്തോ നിർദ്ദേശങ്ങൾ. അത് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ചെറിയ ശബ്ദങ്ങളാണ് കേട്ടത്. പിന്നെ ഒരു 10 മിനിറ്റോളം ശബ്ദങ്ങൾ വളരെ കുറവായിരുന്നു. എനിക്കപ്പോൾ
ഇത്തിരി ആകാംക്ഷ കുറഞ്ഞു. ഇനിയിപ്പം പതുക്കെ നോക്കാം അകത്ത് എന്താ നടക്കുന്നതെന്ന്. ഞാനാണെങ്കിൽ മുട്ടുകാലിൽ കുത്തിയിരുന്നു. അത് കഴിഞ്ഞ ശേഷം താക്കോൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കി. പക്ഷേ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നല്ല വെട്ടമൊക്കെയുണ്ട്. ആരെയും കാണുന്നില്ല. ഞാൻ ചാഞ്ഞും ചരിഞ്ഞു നോക്കി. പക്ഷേ ഇത്തിരി നേരത്തേക്ക് ഒന്നും കാണുന്നില്ല. പെട്ടെന്നാണ് എൻ്റെ കൺമുൻപിലേക്ക് അങ്ങനൊന്ന് വന്നത്. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ മുട്ടുകാലിൽ നിൽക്കുന്നത് പോലെ അമ്മ ഇഴഞ്ഞാണ് എൻ്റെ നോട്ടത്തിൻ്റെ ഫ്രെയിമിലേക്ക് വന്നത്. ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അമ്മ ഇത്രയും വലിയ കരകാട്ടക്കാരിയും തലയാട്ടക്കാരിയുമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അവിടെ നിൽക്കുന്നത് അച്ഛനല്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ കൂടെ വന്ന ചിക്കൻ തന്നെയാണ്. പെട്ടെന്ന് അച്ഛന് ഫ്രെയിമിൽ വന്നു. അച്ഛൻ കട്ടിലിരുന്നു കൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അമ്മ ആഹാരത്തിന് വേണ്ടി വിശന്നു വലഞ്ഞ ഒരു പെൺസിംഹമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ കാഴ്ച കണ്ട് ഞാൻ പിന്നെയും നിലത്തേക്ക് ഇരുന്നു പോയി. എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ കേട്ടുകേഴ്വി പോലുമില്ലാത്ത, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് അകത്ത് നടക്കുന്നത്. ഒരു ഭാര്യയും ഭർത്താവും ഇത്രയധികം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുമോ? അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു ഭർത്താവ് ഇതിനൊക്കെ കൂട്ടുനിൽക്കുമോ? ഏതെങ്കിലും ഒരു ഭാര്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമ്മതിക്കുമോ? അകത്ത് നടക്കുന്നത് സ്വപ്നമാണോ സത്യമാണോ? അച്ഛനും അമ്മയെ അറിഞ്ഞുകൊണ്ട് പുറത്തു നിന്നും ഒരു ചെറുപ്പക്കാരൻ അകത്ത് കയറുന്നു. എന്നിട്ട് അവർ എല്ലാവരും കൂടി അവിടെ മഹാസമ്മേളനം നടത്തുകയാണ്. അച്ഛൻ ഇടയ്ക്കിടെ ഫ്രെയിമിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഏതോ കസേരയിലോ മറ്റേരുന്ന് അച്ഛൻ കാഴ്ചകൾ കാണുകയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ എത്തിയും വലിഞ്ഞും ഒക്കെ നിന്ന് പല കാഴ്ചകളും കണ്ടു ചേട്ടാ. അവിടെ എൻ്റെ അമ്മ ഞാൻ കണ്ട വീഡിയോയേക്കാൾ മികച്ച അഭിനയ മികവാണ് പുലർത്തുന്നത്. ഇത് തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരുപോലെ ഇൻട്രസ്റ്റിൽ നടക്കുന്ന ഏതോ ഒരു കാര്യമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ വീഡിയോ മറ്റും കണ്ടിട്ട് അവർക്ക് വയസ്സാങ്കാലത്താണോ ഇനി ചെറുപ്പകാലത്തെ മുതലേ ഇങ്ങനെയുള്ള സ്വഭാവമുണ്ടോ? എന്തായാലും വ്യത്യസ്തരായ രണ്ടാൾക്കാരാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന് എനിക്ക് മനസ്സിലായി. കൂടുതൽ പിന്നെ ഞാൻ ഇവിടെ നിന്നില്ല. എൻ്റെ മനസ്സിൽ ഭയവും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. റൂമിൽ വന്നിരുന്ന് ഞാൻ അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് മിക്കവാറും മാസത്തിൽ 5-6 വട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും വ്യത്യസ്തരായ ആളുകളാണ് വന്നു പോകുന്നത്. അച്ഛന് വലിയ ഇഷ്ടമാണ് ഇത്തരം പ്രവൃത്തികൾ കാണാൻ. അമ്മയ്ക്കാണെങ്കിൽ അച്ഛനെ അനുസരിക്കാനും പുതിയ പുതിയ ആളുകളെ വെൽക്കം ചെയ്യാനും അമിതമായ താല്പര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അമിത താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ചേട്ടാ ചില സമയത്തൊക്കെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയെങ്കിലും നിങ്ങളുമായിട്ടുള്ള എല്ലാ സ്നേഹബന്ധങ്ങളും ഞാനും കട്ടയ്ക്ക് നിന്ന് ആസ്വദിക്കുന്നത്. ഞാൻ ഈ കഥ പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനത് കണ്ടിട്ടുണ്ട്, ആരോടും പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മ ആയതുകൊണ്ട് ഞാൻ അത് ഒളിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ വഴി തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ അമ്പരന്ന് പോയി. എൻ്റെ ഭാര്യ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് എനിക്ക് തോന്നി. അവളീ പറഞ്ഞതുപോലെ കണ്ടു കാണും. അപ്പോൾ അവിടെ നടന്നത് പൈസ കൈമാറ്റമല്ല, ഇതാണല്ലേ അന്ന് രാത്രി നിന്ന്? അതെ ചേട്ടാ, അങ്ങനെ വന്നതാണ്. പക്ഷേ നമ്മൾ രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തിട്ട് പോയതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ മറ്റുമാണ് ഇങ്ങനെയുള്ള ആളുകൾ പോവുക. അത് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛനോടോ അമ്മയോടോ നമുക്കിത് ചോദിക്കാൻ പറ്റുമോ? എന്തായാലും അന്നത്തെ രാത്രി നിങ്ങളെ കണ്ട് അവർ രണ്ടുപേരും ഞെട്ടിക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിക്കും ഞെട്ടി. അവർ ശരിക്കും ഞെട്ടി കുതിച്ചു ചാടുന്നപോലെ എനിക്ക് തോന്നിയത്. അത് പിന്നെ ഞെട്ടാതിരിക്കുമോ? പക്ഷേ നമ്മൾ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ റിസീവ് ചെയ്യുന്നതല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, ഇവിടെ വന്ന് അധികം നേരം നിൽക്കണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന്. ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്നെയും കുറ്റം പറയും, അല്ലെങ്കിൽ എന്നെയും സംശയിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് കുറച്ചൊക്കെ നിയന്ത്രിച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഡേറ്റൊക്കെ ആകുന്ന സമയത്ത് വരികയാണെങ്കിൽ വേദനയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഉറങ്ങില്ല. നിങ്ങളിനി എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞാലും ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കും. പുറത്തിറങ്ങിയാൽ നിങ്ങളിത് ചിലപ്പോൾ കാണുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവരെന്തായാലും ആരെയും വിളിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നമ്മൾ പക്ഷേ ആ ഒരു ഡേറ്റ് തെറ്റിയാണ് വന്നത്, അവർ ആർക്കോ ഡേറ്റ് കൊടുത്ത് കാണും എന്ന് ഭാര്യ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇനി ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കരുത്, അത് പിന്നെ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. കണ്ടുപിടിച്ചാൽ വഴക്കൊന്നും ഉണ്ടാക്കില്ല, എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എങ്കിൽ നമ്മളിവിടെ 5-6 ദിവസം അടുപ്പിച്ച് താമസിക്കേണ്ടി വരും. ഒരാഴ്ചയിൽ
കൂടുതലൊന്നും അവർ അടങ്ങിയിരിക്കുന്ന ടൈപ്പല്ല. ഇപ്പം പിന്നെ ഇത്തിരി 45 50 ഒക്കെ ആയ ആൻറ്റിമാർക്ക് ഭയങ്കര ഡിമാൻഡല്ലേ. ഇതും ഈ പറഞ്ഞതുപോലെ ആൻറ്റിയുടെ ഭർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ആൻറ്റി അവിടെ പകർന്നാടുന്നു എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഏത് ചെറുപ്പക്കാരുടെയും ഒരു ഫാൻറ്റസി അല്ലേ. ചെറുപ്പക്കാർക്ക് ഫാൻറ്റസി വരുന്നതിന് മുമ്പ് അതൊക്കെ നടപ്പിലാക്കിയ ആളുകളാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിവിടെ നിൽക്കാം, ഒരു ദിവസം ഞാനിന്ന് പോയി കാണട്ടെ. അതിപ്പോൾ കാണില്ല ഏട്ടാ, അവർ താക്കോൽ പഴുതൊക്കെ മാറ്റി അവിടെ പുതിയ കഥ കിട്ടും. എന്നാലും ഞാൻ അവിടുത്തെ സംഭാഷണങ്ങളിൽ ഒന്ന് കേൾക്കട്ടെടി. നീ കേട്ടല്ലോ, നിനക്ക് പറ്റുമെങ്കിൽ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. ഓ, ഈ മനുഷ്യനോട് പറഞ്ഞത് വലിയ തലവേദനയായല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നീട് ഒരു 10 ദിവസത്തോളം അവിടെ അടുപ്പിച്ച് താമസിച്ചു. നിങ്ങൾ പോകുന്നില്ലേ പിള്ളേരെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലില്ല, അവർ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അന്ന് താമസിച്ചു. അതിനിടയ്ക്ക് അവർക്ക് വിളിച്ചു വരുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മിക്കവാറും ഉറക്കളിച്ചിരുന്നിട്ടാണ് കാര്യങ്ങൾ റെഡിയാക്കിയത്. റൂമിൽ ഒരു പയ്യൻ വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാനും എൻ്റെ ഭാര്യ കൂടെ ഒളിച്ചവിടെ പോയി നിന്നു. അകത്തുള്ള ചില സംഭാഷണങ്ങളൊക്കെ നമുക്ക് വല്ലാത്തൊരു ഉന്മേഷം തരുന്നതാണ്. അമ്മായിയമ്മയുടെ പൊട്ടിച്ചിരികളും കൊഞ്ചരികളും ആക്ഷൻസുമൊക്കെ എൻ്റെ കാതിൽ ഇപ്പോഴും മിന്നി പറയുന്നു. പിന്നെ അമ്മായിച്ചൻ അങ്ങനെയും ഇതിലൊക്കെ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവമാണ്. എങ്ങനെയാണ് അങ്ങേർ ഇതിനൊക്കെ നിർദ്ദേശം കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഈ സ്വഭാവമൊക്കെ അവർക്ക് എവിടെ നിന്ന് കിട്ടിയായിരിക്കാം, അതൊന്നും എനിക്കറിയില്ല. ഭാര്യയും ഞാനും മിക്കവാറും അത്തരം അവസരങ്ങൾ കാണാനും കേൾക്കാനും വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ കാണാൻ പറ്റുന്നില്ല. കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. എനിക്കറിയില്ല അവർ ഞങ്ങളെ മനസ്സിലാക്കിയോന്ന്. എന്തായാലും അവരുടെ കാര്യങ്ങളൊന്നും അവർ നിർത്തിയിട്ടില്ല. അകത്തെ കാഴ്ചകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഭാര്യ പറഞ്ഞു തന്ന വിവരണങ്ങളെ എൻ്റെ മനസ്സിലുള്ളൂ. പക്ഷേ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അമ്മായിയമ്മയെ കാണുമ്പോൾ വല്ലാത്ത ഒരു ഉന്മേഷം തോന്നുന്നു. അവർ എൻ്റെ മനസ്സിൽ ഓടി നൃത്തം വയ്ക്കുകയാണ്. ഞാനത് ഭാര്യയോട് പറഞ്ഞിട്ടില്ല. ഭാര്യ ഇടയ്ക്ക് പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കൂടുമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു രസമെന്ന നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും അതിനെ കാണുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. അമ്മായിയമ്മയും അമ്മായിച്ചനും ഇതൊന്നും അറിയാതെ വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറുന്നത്. അവർക്ക് എന്നോട് അങ്ങനെ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിര് കടന്ന തമാശകളൊക്കെ രണ്ടുപേരും പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അവർക്ക് ശരിക്കും ഒരു 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരോട് മാത്രമാണ് എന്തോ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എൻ്റെ മാനസിക നിലയിലും ഇതൊക്കെ കേട്ട് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാഡം. കുഴപ്പമുണ്ടാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന കാര്യമാണ്. അമ്മായിച്ചനും അമ്മായിയമ്മയും ഭാര്യയും ഭർത്താവുമാണ്. അവർക്കിടയിൽ അവരുടേതായ രസങ്ങളും രഹസ്യങ്ങളൊക്കെ കാണും. പിന്നെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 പേർ അറിഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അവർ ചെയ്യുന്നത്. അതിനെ നമ്മൾ ന്യായീകരിക്കുന്നുമില്ല. പക്ഷേ അവർ മറ്റാർക്കും ശല്യം ചെയ്യാതെ അവരുടേതായ ലോകത്ത് ജീവിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. അതിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി കാണുന്നു കേൾക്കുന്നു ഓക്കെ എന്ന് വെച്ചിട്ട് നിങ്ങളോട് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നണമെന്നോ നിങ്ങളുടെ മുന്നിൽ അവരെല്ലാം തുറന്ന് സമ്മതിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അത് കണ്ട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നി ആ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടി ഭാര്യയ്ക്കും അത് പ്രശ്നമുണ്ടാക്കി. കാര്യം ആ ബന്ധങ്ങളൊക്കെ കണ്ടെങ്കിലും ഭാര്യ നിങ്ങളെ സ്നേഹിച്ച് വേറെ രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് ഇനി അവർ നിങ്ങളോട് പിണങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ ബന്ധം ഉണ്ടായാൽ തന്നെ ഭാര്യയുമായിട്ടുള്ള ബന്ധവും ശരിയായിട്ട് പോകാതെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടായി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്യൂരിയോസിറ്റി നല്ലതാണ്. കണ്ടു അല്ലെങ്കിൽ കേട്ടു ഓക്കെ, പക്ഷേ അവരെ അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾക്ക് വിടുക. നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ തിരിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യുക. അല്ലാതെ കണ്ടുപിടിക്കാനോ തടസ്സപ്പെടുത്താനോ ഒന്നും പോകേണ്ട കാര്യമില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കാര്യം അത് അവരുടെ പ്രൈവസിയാണ്. അതുകൊണ്ട് കൂടുതൽ ആകാംക്ഷ പാടില്ല, കൂടുതൽ മോഹങ്ങളും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.